അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, SSF കോഴിക്കോട് സൗത്ത് ജില്ലാ സാഹിത്യോത്സവിൽ കഥ കേൾക്കാനെത്തിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന വർണ്ണപകിട്ടാർന്ന ഈ സാഹിത്യോത്സവിൽ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ വന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധമായ ഹിജ്റക്ക് മുമ്പുണ്ടായ സംഭവ ബഹുലമായ ചരിത്ര പുസ്തകത്തിൽ നിന്നും ചെറിയൊരേട്. കഥയുടെ പേര് പ്രവാചകർ പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ട് അറബികൾക്കിടയിൽ തൻപോരിമയും തറവാട് മഹിമയും ഗോത്രവർഗ സമവാക്യങ്ങളും കൊടികുത്തി വാണിടുന്ന കാലം. ഞങ്ങളാണ് ഉന്നതരെന്നും മഹത്വമുള്ള ഗോത്രക്കാരെന്നും ഓരോരുത്തരും മേനി നടിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും സംഘർഷങ്ങൾ വരെ പതിവാക്കുകയും ചെയ്ത മക്കക്കാർക്കിടയിൽ അന്നൊരു ദിവസം വലിയൊരു തർക്കം ഉടലെടുത്തു. മക്കയിലുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കം കാരണം കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കഅബ പുതുക്കി പണിയാൻ മക്കക്കാർ തീരുമാനിച്ചു. അങ്ങനെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ കഅബ പുതുക്കി പണിയാൻ പങ്കാളികളായി. ചിലർ കല്ലു ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുപോകുന്നു, ഒരു കൂട്ടർ ജോലിയിൽ ഏർപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു, പടവറിയാവുന്നവർ ഭംഗിയായി കഅബ പടുത്തുയർത്തുന്നു. കഅബയുടെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മുടെ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. കഅബയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ല് ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ തർക്കമായി. ഓരോ ഗോത്രക്കാരും ഞങ്ങളാണ് ഹജറുൽ അസ്വദ് സ്ഥാപിക്കാൻ അർഹതരെന്ന് വാദിച്ച് രംഗം വഷളാക്കി. ഞാൻ വെക്കാം ആരും വിട്ടുകൊടുക്കുന്നില്ല. പലരും പല പോംവഴികൾ പറഞ്ഞെങ്കിലും ആരും സ്വീകരിച്ചില്ല. തർക്കം മൂർച്ഛിച്ച് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിമാറുന്ന ഘട്ടം വന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്നൊരാൾ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇനി കഅബയിലേക്ക് ആദ്യം വരുന്നയാളെ നമുക്ക് മധ്യസ്ഥനാക്കാം. അദ്ദേഹം പറയുന്നത് എന്ത് പരിഹാരവും നാം സ്വീകരിക്കാൻ തയ്യാറാവണം. എല്ലാവരും സമ്മതിച്ചു. ഇനി കഅബയിലേക്ക് ആദ്യം ആരായിരിക്കും വരിക? ഓരോരുത്തരും പ്രതീക്ഷയോടെ വഴിയോരത്തേക്ക് കണ്ണും നട്ടിരിക്കുകയായി. കുറച്ചു സമയത്തിനകം അതാ ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. ആരാണത്? എല്ലാവരും ആകാംക്ഷയോടെ വഴിയോരത്തേക്ക് നോക്കി നിന്നു. അടുത്തെത്തിയപ്പോഴല്ലേ കൂടിരുന്നവരുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് പ്രകാശിച്ചത്. ഹാവു, സമാധാനമായി, നമ്മുടെ അൽ അമീനല്ല വരുന്നത്, ഏവർക്കും സ്വീകാര്യനായ ഒരാൾ. കൂടിരുന്നവരെല്ലാം മുത്തുനബിയോട് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. എല്ലാം ക്ഷമയോടെ കേട്ടതിന് ശേഷം തങ്ങളൊരു വിരിപ്പ് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ആ വിരിപ്പ് നിലത്ത് വിരിച്ച് ഹജറുൽ അസ്വദ് ബഹുമാനപൂർവ്വം അതിലേക്കെടുത്തു വെച്ചു. ശേഷം ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ആ വിരിപ്പിൻ്റെ ഓരോ അറ്റത്തും പിടിച്ച് പൊക്കാൻ കൽപ്പിച്ചു. മുഴുവൻ ആളുകളും കൂടി പൊക്കി ഹജറുൽ അസ്വദ് മുത്തുനബിയുടെ തൃക്കരങ്ങളാൽ അതിൻ്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, ഇത്രയും കെട്ടിപ്പിണങ്ങിയ തർക്കം എത്ര നിസ്സാരമായിട്ടാണ് മുത്തുനബി തങ്ങൾ പരിഹരിച്ചത്. എന്ത് കുയഞ്ഞ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന കോടതി കൂടിയായിരുന്നു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതോടുകൂടി ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.